പാലക്കാട് വാവന്നൂരിലെ കാഴ്ചയാണിത്. ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യം അത് ബസ്സിന് മുന്നിലേക്ക് ഓടിയെടുത്ത ഒരു കുട്ടിയുടേതാണ്. തലനാഴിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. ബസ് വരുന്ന സമയം കൈവിട്ട് ആ സമയത്ത് പുള്ളി മാതാപിതാക്കളുടെ കൈവിട്ട് റോഡിലേക്ക് ഓടുകയായിരുന്നു. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഇത്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. VK പ്രശാന്തിന്റെ ഓഫീസ് വിവാദം ഏറ്റെടുത്ത് കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുക്കുന്നുവെന്ന് പ്രശാന്ത്. MLA കെട്ടിടം ഒഴിപ്പിക്കുന്നുവെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചെന്ന് മൊഴി. ഉരുപ്പടികൾ D മണി വഴി വിദേശത്തേക്ക് കടത്തി. ഇടപാടിനായി D മണി ആദ്യം സമീപിച്ചത് തന്നെയെന്നും വ്യവസായിയുടെ മൊഴി. SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLAയ്ക്ക് തിരിച്ചടി. കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഉത്തരവിന് സ്റ്റേ. ഡൽഹി ഹൈക്കോടതി നടപടി CBIയുടെ അപ്പീലിൽ. ഉന്നാവിലെ സാഹചര്യം ഗുരുതരമെന്നും കോടതി. പുകമഞ്ഞിൽ വലഞ്ഞ് ഡൽഹി. 120 വിമാന സർവീസുകൾ റദ്ദാക്കി. 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ട്. UPയിൽ സ്കൂളുകൾക്ക് ജനുവരി 1 വരെ അവധി. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 20-ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഫ്ലോറിഡയിൽ. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. മുരുകനെ തമിഴ്നാട് പോലീസ് പിടിച്ചത് ട്രിച്ചിയിൽ നിന്ന്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ VK പ്രശാന്ത് MLA ഓഫീസറായി നഗരസഭാ കെട്ടിടം ഉപയോഗിക്കുന്നതിൽ വിവാദം അവസാനിക്കുന്നില്ല. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. മുറി ഒഴിയണമോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രശാന്താണെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെന്ന് പ്രശാന്ത് തിരിച്ചടിച്ചു. ശബരിനാഥൻ BJPക്ക് കുടപിടിക്കുകയാണെന്നും പ്രശാന്ത് ആരോപിച്ചു. MLAയുടെ കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ VV രാജേഷും പ്രതികരിച്ചു. തിരുവനന്തപുരം നഗരസഭ BJP ഭരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഉടലെടുത്ത വിവാദമായിരുന്നു ശ്രീലേഖ IPSന്റെ മായി ബന്ധപ്പെട്ട. അതായത് ഈ ഒരു ശാസ്തമംഗലം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീലേഖയ്ക്ക് ഓഫീസ് മുറി ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന് ഫോൺ വിളി വരികയും ഒപ്പം ഇത് രാഷ്ട്രീയമായുള്ള ഒരു വിവാദമായി ഉടലെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. അല്ലെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ അടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് MLA ഈ ഓഫീസിൽ നിന്ന് മാറ്റി തന്റെ ഒരു MLA പദവിയിലേക്ക് എത്താനുള്ള ഒരു നിയമസഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് അടക്കമായിരുന്നു ഇടതുമുന്നണി ഈ കാര്യത്തെ നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ കൃത്യമായ വിമർശനവും പരാമർശവും അടക്കം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നിലപാടോ ഒപ്പം തന്നെ വിശദീകരണമോ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം അടക്കം ഒരു VV രാജേഷ് ഇതിൽ പ്രതികരിച്ചത് ഇതിലൊരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ആവശ്യമില്ല, ഒപ്പം തന്നെ ഇത് ഒരു സൗഹൃദ സംഭാഷണം രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു എന്നായിരുന്നു. പിന്നീട് ശ്രീലേഖ ഈ ഒരു ഓഫീസ് മുറിയിലേക്ക് എത്തുകയും ഒപ്പം തന്നെ VK പ്രശാന്ത് ഇവിടേക്ക് എത്തുകയും ഓഫീസ് മുറിയിൽ വെച്ച് തന്നെ കൈകൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല, ഈ ഒരു ഓഫീസ് മുറിയിൽ താങ്കൾ തന്നെ തുടർന്നോളൂ എന്നടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. പക്ഷേ വിവാദം അവിടെ നിന്ന് അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് കോൺഗ്രസ് ഈ കാര്യത്തിലേക്ക് വരികയും ഒപ്പം പ്രതികരണവുമായി ശബരിനാഥും ഒപ്പം തന്നെ K മുരളീധരൻ അടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ഈ ഒരു ഓഫീസ് മുറി നിലനിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് MLAക്ക് ഈ ഒരു ഹോസ്റ്റൽ അതിൽ MLA ഹോസ്റ്റൽ നിലനിൽക്കുന്ന സ്ഥലം അത് വട്ടിയൂർക്കാവ് തന്നെയാണ്. അവിടെ 31, 32 നിള ബ്ലോക്കിൽ 31, 32 റൂമുകൾ ഇദ്ദേഹത്തിനായി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? ഈ ഒരു ഓഫീസ് മുറിയിൽ ഒരു അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് എന്തിന്? ഈ ഒരു ഓഫീസ് മുറിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ മുറിയിലാണ് താനടക്കമുള്ളതും മറ്റ് പല MLAമാരടക്കം പ്രവർത്തിച്ചതും എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ശബരിനാഥ് രംഗത്ത് വന്നത്. ഒപ്പം തന്നെ ഇതിന് പിന്തുണയുമായി K മുരളീധരനും ഇതേ പ്രസ്താവനയെ പിൻപറ്റിക്കൊണ്ട് രംഗത്ത് വന്നു.
MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ VK പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്, 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘീപട്ടം ചാർത്താനും BJP സഹായിക്കുക എന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ MLA ക്വാർട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. അത് MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. അല്ല, അതൊക്കെ അവരുടെ വഴി. അത് ഞാൻ കൗൺസിലറും MLAയുടെ വഴിക്ക് ഞാൻ തലയിടുന്നില്ല. ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, അത് എനിക്ക് പറയാൻ പറ്റും. വിവാദം വീണ്ടും പുനരാരംഭിച്ചതോടെ ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തിലേക്കടക്കം വിരൽ ചൂണ്ടുന്നതായിരുന്നു CPMന്റെ നിലപാട്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു VK പ്രശാന്ത് പിന്നീട് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം VV രാജേഷ് ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞ് പ്രതികരണം വന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കുന്നില്ല എന്നടക്കമുള്ള രീതിയിലേക്ക് പ്രതികരണം വന്നു. പക്ഷേ അതിനു അപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ കാര്യം ഏറ്റെടുക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ ഇതിൽ തനിക്ക് എഗ്രിമെന്റ് നിലനിൽക്കുന്നു, മാത്രമല്ല തനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഈ ഒരു സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം, മാത്രമല്ല MLA ഹോസ്റ്റലിലേക്ക് വരിക, അവിടേക്ക് സാധാരണക്കാർക്കടക്കം എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, മാത്രമല്ല ഇത്രയും വർഷം അവിടെ പ്രവർത്തിച്ചു വന്നതിന്റെ ഒരു രീതി അടക്കം മാറ്റുന്നതിൽ അത്ര അനുയോജ്യമല്ല, മാത്രമല്ല നിയമപരമായി തനിക്ക് അവിടെ തുടരുന്നതിന് അനുകൂലമായൊരു നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. അതിനൊപ്പം തന്നെ ഇതൊരു വാടക ഇനം വളരെ തുച്ഛമായ ഒരു വാടകയാണ് നൽകുന്നത് എന്നായിരുന്നു സൈബർ ഇടങ്ങളിലടക്കം ഉയർന്നു വന്ന ആരോപണം. പക്ഷേ ആ ആരോപണം എല്ലാം തള്ളിക്കൊണ്ട് ഈ ഒരു പുതിയ ഭരണസമിതി ഇതിൽ വാടക ഇനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർദ്ധിപ്പിച്ച വാടക നൽകിക്കൊണ്ട് തന്നെ കാലാവധി അവസാനിക്കുന്നത് വരെ തന്നെ അവിടെ തുടരാനാണ് VK പ്രശാന്തിന്റെ തീരുമാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും അവിടെ തുടരുന്നതിനില്ല. ഇനി മറിച്ച് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ശ്രീലേഖ ആരംഭിച്ചു വെച്ച വിവാദം അത് ഇടതുമുന്നണി ഏറ്റെടുക്കുകയും തുടർന്ന് അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് പിന്നീട് കോൺഗ്രസ് ഇതിൽ രംഗത്ത് വരികയും തുടർന്നോടെ ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദമായി അത് മറ്റു തലങ്ങളിലേക്ക് തുടക്കത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് അടക്കം എത്തിച്ചേരുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ BJPയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അത് ഇടതുമുന്നണിയും ഈ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന്, അതായത് രാഷ്ട്രീയ വിവാദത്തിന് കൂടുതൽ ചൂട് പകരുന്ന തരത്തിലേക്കടക്കം കാര്യങ്ങൾ കടന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നൊരു വിവരം VV രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് ഇത്തരത്തിൽ നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ തരത്തിൽ വാടകയിൽ കൊടുത്തിട്ടുണ്ട്, തുച്ഛമായ തുകയ്ക്ക് നൽകിയിട്ടുണ്ടോ, സ്വകാര്യ വ്യക്തികൾക്കടക്കം നൽകിയിട്ടുള്ള എഗ്രിമെന്റ് എങ്ങനെയാണ്, വർഷങ്ങളായി ഇടതുകോട്ടയായി നിലനിന്നിരുന്ന തിരുവനന്തപുരം ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പുറകിൽ ഈ ഒരു തുച്ഛമായ രീതിയിൽ വാടക ഇനം വാങ്ങിക്കൊണ്ട് വർഷങ്ങളായി ഈ ഒരു കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നോ, അത്തരത്തിലുള്ള ആൾക്കാരുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും ഈ കാര്യം വിശദമായി രേഖകളടക്കം പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഒരിക്കൽ അവസാനിച്ചു എന്ന് തോന്നി തുടങ്ങിയ വിവാദം കോൺഗ്രസ് വീണ്ടും ഈ രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ ചൂടുപിടിക്കുകയാണ്. അത് കൂടുതൽ പ്രതികരണങ്ങളിലേക്കടക്കം BJP നേതൃത്വത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ ഇത് വീണ്ടും എല്ലാ കക്ഷികളും ഏറ്റെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്യാമറാമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മേയർ VV രാജേഷിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമാണ്. MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്നാണ് മേയർ പറഞ്ഞത്. MLA ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ്. എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കും. കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ സാധാരണ കിട്ടേണ്ട ഡെപ്പോസിറ്റും വാടകയും കിട്ടണമെന്നും രാജേഷ് പറഞ്ഞു. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാർ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ മറുപടി, അതിന് കാലാവധിയുണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചിട്ട് അതുമാത്രമല്ല പല കാര്യങ്ങളുടെയും ഡിസ്കഷൻ നടക്കുക. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു, അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്തെങ്കിലും അങ്ങനെ ഉണ്ടോ, കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മിഷൻ 2026 മോദി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രവർത്തനം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, 34 മണ്ഡലങ്ങൾ, അതായത് ഏതാണ്ട് 30,000 മുതൽ 40,000 വരെ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളെയാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെ ആരൊക്കെ
മത്സരിക്കുമെന്ന കാര്യമടക്കം ഒരുപക്ഷെ ഈ അടുത്ത മാസം സെക്കൻഡ് വീക്കോടെ തീരുമാനമായേക്കാം. തയ്യാറെടുപ്പുകൾ BJP കാലേകൂട്ടി ആരംഭിക്കുകയാണല്ലേ? രഞ്ജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരം പിടിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മിഷൻ 2026 BJP വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ സാധിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് BJP നൽകിയ വാഗ്ദാനം. നിലവിൽ കോർപ്പറേഷൻ ഭരണം BJP നേടിയ പശ്ചാത്തലത്തിൽ ജനുവരി 2ാം വാരത്തോടു കൂടിയെങ്കിലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ തന്നെ മിഷൻ 2026 സംബന്ധിച്ച ഔദ്യോഗികമായൊരു പ്രഖ്യാപനം പാർട്ടി നടത്തുകയും ചെയ്യും എന്നതാണ് വിലയിരുത്തൽ. പ്രധാനമായും 34 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രം ആണ് BJP മെനയാൻ പോകുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള തൃശൂർ പോലെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അവിടെ വിജയ സാധ്യത തന്നെ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ BJP പറയുന്ന കണക്കുകൾ പ്രകാരം 9 മണ്ഡലങ്ങളിൽ 40,000-ഓളം വോട്ടുകൾ BJPക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ അവകാശവാദം. അതോടൊപ്പം തന്നെ 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയിലുള്ള വോട്ടുകൾ നേടാൻ സാധിച്ചു എന്ന് BJP അവകാശവാദം ഉന്നയിക്കുകയാണ്. 13 മണ്ഡലങ്ങളിൽ ആണ് 30,000-നും 35,000-നും ഇടയിൽ വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ള മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരുക്കങ്ങൾ നടത്തുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിൽ തന്നെ BJPയുടെ ഡേറ്റകൾ അനുസരിച്ച് നേമത്തും വട്ടിയൂർക്കാവിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP ആണ് ഏറ്റവും കൂടുതൽ വോട്ട് സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ ഇത്തവണ വിജയം ഉറപ്പിക്കാം എന്ന ഒരു പട്ടിക തയ്യാറാക്കുകയും ആ പട്ടികയിൽ ഫോക്കസ് ചെയ്യാൻ BJP തീരുമാനിക്കുകയും ചെയ്യുക. ദേശീയ തലത്തിലടക്കം BJP പിന്തുടരുന്ന ഒരു രീതി അതുതന്നെയാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രവർത്തകരെയും അനുഭാവികളെയും എത്തിച്ചുകൊണ്ട് അവിടെ ചിട്ടയായി പ്രവർത്തനം നടത്തിക്കൊണ്ട് വിജയം ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ ഒരു രീതി. ആ നിലയിലുള്ള പ്രവർത്തനമായിരിക്കും BJP വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഒരുപക്ഷെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ തന്നെയാണ്. അതിലെടുത്തു പറയേണ്ടത് നേമം ആണ്. കേരളത്തിൽ ആദ്യമായി തന്നെ BJPക്ക് നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്നത് നേമമായിരുന്നു. എന്നാൽ പിന്നീട് ഒ രാജഗോപാലിൻ്റെ മണ്ഡലം V ശിവൻകുട്ടി വിജയിച്ചതോടുകൂടി അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നേമത്ത് താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീറ്റ് ദ പ്രസ് പരിപാടിയിൽ തൃശ്ശൂരിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരെ കളത്തിലിറക്കുമ്പോൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയിട്ടുള്ള വോട്ട് വിഹിതം നിലനിർത്താനായാൽ നേമത്തെ BJPക്ക് വിജയിക്കാം എന്ന ആത്മവിശ്വാസം ആണ് പുലർത്തുന്നത്. മറ്റൊന്ന്, നിലവിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വട്ടിയൂർക്കാവാണ്. അവിടെ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ കെട്ടിടം ഒഴിയണമെന്ന് ശ്രീലേഖ IPS ആവശ്യപ്പെട്ടതോട് VK പ്രശാന്ത് MLA ആവശ്യപ്പെട്ടതോടുകൂടി വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീലേഖ തന്നെ ആയിരിക്കാം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി എന്നത്. അത് തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരനായിരിക്കും മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴക്കൂട്ടത്തും സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് നില വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു BJPക്ക്. അതിൻ്റെ ആവർത്തനം ഉണ്ടാകും എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെ ആയിരിക്കും BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ജില്ലകളിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നത് അരൂരിൽ ശോഭാ സുരേന്ദ്രൻ ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം അത്ഭുതകരമായ പ്രകടനം ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സന്ദീപ് വാചസ്പതിക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ചെങ്ങന്നൂരിൽ നേരത്തെ PS ശ്രീധരൻ പിള്ളയെ പോലെയുള്ളവർ മികച്ച വോട്ട് വിഹിതം നേടിയ സാഹചര്യത്തിൽ സന്ദീപ് വാചസ്പതിക്ക് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ
കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് BJP വിലയിരുത്തുകയാണ്. സുപ്രധാനമായ ഒരു മാറ്റമുണ്ടാകുന്നത് കെ സുരേന്ദ്രന്റെ മണ്ഡലത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലായിരുന്നു സുരേന്ദ്രൻ മത്സരിച്ചത് എന്നത് നമുക്കറിയാം. കോന്നിയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് ഏതാണ്ട് 89 വോട്ടുകൾക്ക് മാത്രമായിരുന്നു കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ സുരേന്ദ്രന് തൃശ്ശൂരിലോ കൊടുങ്ങല്ലൂരിലോ ആയിരിക്കും ഇടം നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് തുറന്നത് തൃശ്ശൂരിൽ നിന്നുമാണ്. അവിടെ സുരേഷ് ഗോപിയാണ് വിജയിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നല്ല വോട്ട് വീതമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മഞ്ചേശ്വരത്ത് ML അശ്വിനിയും മലമ്പുഴയിൽ C കൃഷ്ണകുമാറുമായിരിക്കും സ്ഥാനാർത്ഥികൾ. BJP കാലേകൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDFന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കപ്പെട്ട സബിത CK എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF ലഭിച്ചു. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. അമ്പലത്തറ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഉഷ ടീച്ചറെ നറുക്കെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയാണ് സബിത പഞ്ചായത്ത് പ്രസിഡന്റായി. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കല്യോട്ട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ എന്ന പ്രത്യേകതയുമുണ്ട്. ആകെ 19 അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 9 UDFും 9 LDFും 1 BJPയും എന്നാണ് കക്ഷിനില. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടുകൂടിയാണ് നറുക്കെടുപ്പിലേക്ക് പോയത്. എന്നാലും കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി UDFിലുണ്ടായ തർക്കമാണ് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ സമവായത്തിലൂടെ ഉഷ ടീച്ചറെ തന്നെ മത്സരിപ്പിക്കാൻ UDF നേതൃത്വം തയ്യാറാവുകയായിരുന്നു. ഏതായാലും നില വന്നതോടുകൂടി നറുക്കെടുപ്പ് നടത്തുകയും അങ്ങനെ നറുക്കെടുപ്പിലൂടെ ഈ LDFന് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ UDFിനെതിരെ ആക്ഷേപവുമായി LDF നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോറം തികയാതെയാണ് ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം LDFന് അതും കല്യോട്ട് ഉൾപ്പെടുന്ന വലിയ തോതിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്ഥലം, ആ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് ഈ LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനവും LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് LDFിന് ഭാഗ്യം ഉണ്ടായതെന്നതും പ്രത്യേകതയുണ്ട്. BJP അംഗം വിട്ടുനിന്നതോടുകൂടി ആണ് ഈ നറുക്കെടുപ്പ് ഉണ്ടായതും. എന്തായാലും UDF വലിയ തോതിൽ UDFിനെതിരെ ആക്ഷേപം ഉണ്ടായ ഒരു സ്ഥലമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. അവിടെയാണിപ്പോൾ LDF അവരുടെ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി CPM പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുവാണ് രാജിവെച്ചത്. CPM പിന്തുണയോടെയാണ് UDF അംഗം പഞ്ചായത്ത് പ്രസിഡന്റായത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ പിന്തുണയ്ക്കുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ LDF പിന്തുണ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്നാണ് വിശദീകരണം. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറിയതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. ഒറ്റച്ചാട്ടത്തിന് BJPയിൽ എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് എന്ന് കരുതി അവരാരും BJPയിൽ പോയിട്ടില്ലെന്ന്, BJPയിൽ പോകണമെന്ന് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. കോൺഗ്രസ് 8, കോൺഗ്രസ് വിമത 2, LDF 10, BJP 4 എന്നതായിരുന്നു തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. BJP പിന്തുണ വാങ്ങി ഭരണം നേടില്ലെന്ന CPM കോൺഗ്രസ് നിലപാട് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് വിമതർ കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഇരുപക്ഷത്തും 10 വീതം അംഗങ്ങൾ. കോൺഗ്രസ് വിമതൻ KR ഔസേപ്പിന് ഇടതുമുന്നണി പിന്തുണ നൽകിയതോടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിക്കത്ത് നൽകി BJPയുമായി ധാരണയിൽ കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസി ജോസ് കല്ലറക്കലിനെ പിന്തുണച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച 8 അംഗങ്ങളുടെയും 3 BJP അംഗങ്ങളുടെയും വോട്ട് നേടി ടെസി ജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും BJP പിന്തുണയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച PU നൂർജഹാൻ ജയിച്ചു. പാർട്ടി തീരുമാനം ലംഘിച്ച് BJP പിന്തുണ തേടിയ 8 അംഗങ്ങളെയും ഈ നീക്കത്തിന് നേതൃത്വം നൽകിയ 2 ഭാരവാഹികളെയും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി.
ഒറ്റച്ചാട്ടത്തിന് BJP-യിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് മറ്റത്തൂർ എന്ന FB കുറിപ്പിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. എന്നാൽ അവർ BJP-യിൽ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJP-യിലൊന്നും പോയിട്ടില്ല. നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ഒരു വിമതനെ തട്ടിയെടുത്ത് ഭരണം പിടിക്കാനുള്ള CPM ചതിക്ക് മറുചതിയായാണ് തങ്ങൾ ചെയ്തതെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി പിൻവലിച്ചാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നും വിമതർ പറഞ്ഞു. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്. പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് KR ഔസേപ്പിന്റെ പേരിലോ ടെസ്സി ജോസിന്റെ പേരിലോ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ BJP പിന്തുണയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഭരണം നേടിയതിനെ CPM ആയുധമാക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വഴി തേടുകയാണ് കോൺഗ്രസ്. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടക ഹുൻസൂറിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘം തോക്ക് ചൂണ്ടി 10 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ കവർന്നു. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് കവർച്ച ഉണ്ടായത്. കർണാടകയിലെ മൈസൂരിനടുത്ത് ഹൊൻസൂറിലാണ് നാടിന് നടുക്കി കവർച്ച നടന്നത്. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ബൈക്കിലെത്തിയ 5 അംഗ സംഘം 10 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ കവർച്ച ചെയ്യുകയായിരുന്നു. തോക്ക് ചൂണ്ടിയ സംഘം തൊഴിലാളികളെ ബന്ദികളാക്കിയാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഏതായാലും ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 2 ബൈക്കുകളിലായി എത്തിയ ഈ 5 അംഗ സംഘം മുഖംമൂടിയും അതോടൊപ്പം ഹെൽമറ്റും ധരിച്ചാണ് ഈ കവർച്ച നടത്തിയത്. 2 തവണ ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് ഇവർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ വജ്രാഭരണങ്ങളും ഈ സംഘം കവർ ചെയ്തു. അതിനുശേഷം ഈ കേരളത്തിലേക്കാണ് ഈ ഭാഗത്തേക്കാണ് ഈ സംഘം കടന്നത്. മടിക്കേരി വഴി കരിക്ക പാണത്തൂർ വഴിയാണ് സംഘം കടന്നതെന്നാണ് ഏതായാലും പോലീസ് സംശയിക്കുന്നത്. എന്തായാലും മൈസൂർ SP-യുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസ് കാണുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ സ്കൈ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് മലയാളിയുടെ അടക്കം ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണിത്. ഇത് ഹൊൻസൂറിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബൈപ്പാസിന് സമീപമായിരുന്നു ഈ കട. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കവർച്ച നടന്നത്. ഹനുമന്ത ജയന്തി നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധയെല്ലാം ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചപ്പോഴായിരുന്നു ഈ കവർച്ച. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി നടന്നൊരു കവർച്ച. അതുമാത്രമല്ല, ഈ സംഘം കവർച്ചയ്ക്കെത്തിയ സംഘം ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും സംസാരിച്ചിരുന്നു. അത് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ഇപ്പോൾ സംശയമുള്ളത്. പക്ഷേ അതുപോലെ തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കൊടകൊക്കെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഈ വനത്തിനകത്തോ മറ്റോ ഈ സംഘം തമ്പടിച്ച് നിൽക്കുന്നുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി പോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകൾ അടച്ചിട്ട് ഇന്നലെ രാത്രി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കേരള പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. എന്തായാലും ഈ പകൽ നേരങ്ങളിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. പോലീസും ഈ സംഭവം ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കടയുടെ അകത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ പ്രതികളുടെ രൂപം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണെന്ന് സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റ് ഏതെങ്കിലും കവർച്ചയുമായി ഈ സംഭവത്തിന് ഈ കവർച്ച പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ കർണാടകയിൽ തോക്ക് ചൂണ്ടി ബാങ്കിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന കോടികൾ തട്ടിയെടുത്ത സംഭവം ഉണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 10 കോടിയോളം രൂപയുടെ വജ്രാഭരണങ്ങൾ എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ച് കൂടുതൽ കണക്കുകൾ ഇവർ കട ഉടമസ്ഥർ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ മാനേജർ, ഈ സംഭവ സമയത്ത് ഉണ്ടായിരുന്ന അസ്കർ എന്ന് പറയുന്ന മാനേജർ ഈ പ്രതികളെ പിന്തുടർന്നിരുന്നു. പക്ഷേ പിന്നീട് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ബൈക്കുകളിൽ വളരെ വേഗത്തിൽ തന്നെ ഇവർ കേരളത്തിന്റെ ഭാഗത്തേക്ക്, അതായത് മടിക്കേരി ഭാഗത്തേക്ക് കടന്നു കളയുകയായിരുന്നു. എന്തായാലും പോലീസ് കൃത്യസമയത്തിന് ഇടപെട്ടിട്ടും ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിച്ചിട്ടില്ല. പ്രതികളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി D-Money ആദ്യം സമീപിച്ചത് തന്നെയാണെന്നാണ് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടികൾ D-Money വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്ന് മൊഴിയുണ്ട്.
ഡി മണിയുടെ ഫോൺ നമ്പർ നൽകിയത് വിദേശ വ്യവസായിയാണ്. ഡി മണി എന്നാൽ ദാവൂദ് മണിയെന്നാണെന്നും വ്യവസായി ഡിണ്ടിഗലിൽ കണ്ടെത്തിയ ആൾ തന്നെയാണ് ഡി മണിയെന്നും വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അന്വേഷണം പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് ഡി മണിയിലേക്ക് അടക്കം എത്തിയെങ്കിലും ഈ ഡി മണി താനല്ല എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്ന വ്യക്തി താനല്ല, തനിക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ യാതൊരുവിധ പങ്കുമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡി മണി എന്ന വ്യക്തി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു ഡി മണിയിലേക്ക് എത്തിയത് ഒരു വ്യവസായി, അതായത് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ വ്യവസായി ചൂണ്ടിക്കാണിച്ച വ്യക്തി അല്ലെങ്കിൽ പേര് പരാമർശിച്ച വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയെന്ന്, അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയ വ്യക്തി ഇയാൾ തന്നെയാണെന്ന് വ്യവസായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നൽകിയ നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതും ഒപ്പം ഡിണ്ടിഗലിലേക്ക് എത്തുകയും ഇയാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരം പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്വർണ്ണ ഉരുപ്പടികളാണ് ഇവിടെ നിന്നും കടത്തിയത്, അല്ലാതെ വിഗ്രഹങ്ങളല്ല, പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇവിടെ നിന്നും കടത്തി എന്നൊരു വിവരം വന്നിരുന്നു. പക്ഷേ സ്വർണ്ണ ഉരുപ്പടികൾ ഇവിടെ നിന്നും കടത്തിയെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വിദേശത്തേക്ക് കടത്തിയെന്നും സൂചനയുണ്ട്. അത്തരത്തിലൊരു സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒരു സ്വർണ്ണ ഉരുപ്പടി താൻ വഴി തനിക്ക് ലഭിക്കാനുള്ള രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് അത് ഡി മണി തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഈ ലോഹ വ്യാപാര കച്ചവടക്കാർക്കിടയിൽ ഇയാളെ ദാവൂദ് മണി അല്ലെങ്കിൽ ഡി മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ഇതിൽ കൂടുതൽ ഈ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്നും അടക്കമുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വ്യവസായി ഈ ഡി മണിയെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം താനല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നടക്കമുള്ള രീതിയിൽ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത് തെറ്റാണെന്നും ഇയാൾക്ക് ഇതിൽ നേരിട്ടുള്ള പങ്കുണ്ടെന്നും ഇത് വിദേശത്തടക്കം കടത്തിയെന്നുള്ള സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അന്വേഷണം പിന്നീട് ഈ ഒരു മെമ്പർമാരിലേക്ക് അടക്കം കടന്നിരുന്നു. പക്ഷേ അവർ ഇതുവരെയും നോട്ടീസ് നൽകിയിട്ടും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹാജരാകാതെ മാറി നിൽക്കുന്നത്. ഒപ്പം വിജിലൻസ് കോടതി ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു പോലീസുമായുള്ള ബന്ധം ഈ ഒരു മെമ്പർമാരിലെ ഒരാൾക്ക് പോലീസ് ഉന്നതരുമായിട്ടുള്ള ഒരു പിതാവടക്കമാണ്, അതിലേക്കടക്കമുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടടക്കം പോലീസിന് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മെല്ലെപ്പോക്കുണ്ടെന്നടക്കം വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഈ സമയത്തടക്കം ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ചടുലമായ നീക്കങ്ങളിലേക്ക് SIT ഏത് നിമിഷവും കടന്നേക്കാം. ഒപ്പം ഈ ഒരു ഡി മണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഇനി ഈ ഒരു തൊണ്ടി മുതലടക്കം കണ്ടെത്താനുള്ള നീക്കത്തിലേക്കടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദ ചിത്രത്തിലെ വാദത്തിൽ ഉറച്ച് N. സുബ്രഹ്മണ്യൻ. താൻ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ചിത്രമാണ്. തന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ചെയ്യുന്ന ജോലി മാത്രമാണ് സഹായിക്കുള്ളത്. ചിത്രം പോസ്റ്റ് ചെയ്ത മൊബൈലിൽ AI ടൂൾ ഇല്ല. മുഖ്യമന്ത്രിയുടെ വേട്ടപ്പട്ടികളായി പോലീസ് മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ PRDക്ക് വിവരാവകാശം നൽകുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് ചോദിച്ചത്. അതിന് കൃത്യമായി മറുപടി കൊടുത്തു. താങ്കളുടെ വാദം ഇപ്പോഴും അത് 100% ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അത് എന്റെ എഡിറ്റർ എന്നുള്ള നിലക്ക് എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്റെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ജോലി മാത്രമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ക്രിയേഷൻ ഒന്നും നടത്തുന്നില്ല. അല്ല, ഒറിജിനൽ ഫോട്ടോ ആണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ്. സാധാരണ രീതിയിൽ PRD വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും. ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട്. അതായത് ആ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് പിടിച്ചു നിൽക്കുന്ന ചിത്രം ഒറിജിനലാണെന്നാണ് ഇപ്പോഴും. ചെവിക്ക് പിടിക്കുന്നല്ല, വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന പോസ്റ്റ് ഡെലിറ്റ് ചെയ്ത പോസ്റ്റ് അങ്ങനെയാണ്, കുറെ കൂടി സംസാരിക്കുന്ന ഫോട്ടോ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. CPM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടി. ഇതിന്റെ കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതാണെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ പറഞ്ഞു. ശബരിമല സംഭവത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, സംസ്ഥാന സമിതിയിലുണ്ടായ വിമർശനമാണ് മനസ്സിലാക്കുന്നത്. 3:30 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വരുമോ?
തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാനാണ് CPM-ന്റെ നേതൃയോഗങ്ങൾ ചേർന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി വന്ന കാര്യമാണ്. സംസ്ഥാന നേതൃത്വം ആദ്യം വ്യക്തമാക്കിയത് അത് തിരിച്ചടിയായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് വിപരീതമായാണ് പിന്നീട് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച വന്നത്. സംസ്ഥാന സമിതി യോഗത്തിലും അംഗങ്ങൾ പൊതുവിൽ സംസാരിക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ പത്മകുമാറിന്റെ നടപടി എടുക്കാത്തതാണ്. മാത്രവുമല്ല ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് മുന്നിൽ നിന്ന് അകന്നുപോയി. കോൺഗ്രസിന്റെ പ്രധാന പ്രചരണം CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്, അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത് അത്തരം ബോധ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. PMC ഇടപാട് അതിന് തെളിവാണ്. PMC കരാറിൽ ഒപ്പിട്ടത് ന്യൂനപക്ഷങ്ങൾ അകറ്റാൻ കാരണമായോ എന്ന സന്ദേഹമാണ് ചില സംസ്ഥാന സമിതി അംഗങ്ങൾ മുന്നോട്ട് വച്ചത്. CPM-ഉം BJP-യും ഡീലുണ്ടെന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്നതായി ആ കാര്യം അത് കോൺഗ്രസ് ആദ്യം ഉപയോഗിക്കുകയും ചെയ്തു. PMC തിരിച്ചടിച്ചു എന്ന് തന്നെ ആദ്യമായി CPM സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നു. സംസ്ഥാന സമിതിയുടെ അറിവില്ലാതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം PMC കരാറിൽ ഒപ്പിട്ടത്. അത്തരം കാര്യങ്ങളും ചർച്ച ഏതായാലും സംസ്ഥാന സമിതി യോഗം അവസാനിച്ചു. വൈകിട്ട് 3-ന് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനങ്ങൾ എന്താണ്? പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം. പരാജയ കാരണങ്ങൾ 3 കാരണങ്ങളാണ് പ്രധാനമായും CPI ചൂണ്ടിക്കാട്ടിയത്. അത് ന്യൂനപക്ഷങ്ങൾ അകന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനൊപ്പം ഭരണവിരുദ്ധ വികാരം. ഈ 3-നും CPM-ന്റെ ഔദ്യോഗിക നിലപാട് എന്താ എന്നുള്ളത് വൈകിട്ട് അറിയാം. അത്തരം സംശയങ്ങൾ ഈ ഭരണവിരുദ്ധ വികാരം എന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരായ വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം നേരത്തെ അവകാശപ്പെട്ടതും ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തതും. അങ്ങനെയല്ല, സർക്കാരിനെതിരെ കൂടി വികാരമുണ്ടായെന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ഉയർന്നു വന്നു. അത് നേതൃത്വം അംഗീകരിക്കുമോ, നേതൃത്വത്തിന്റെ അവലോകന റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കം. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അല്പസമയത്തിനകം സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരും. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാന നേതൃത്വം ഫലം വിലയിരുത്തുക. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നുമാണ് CPI ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം. വാക്സാമർത്ഥ്യം കൊണ്ട് കണക്കുകൾ നിരത്തി പരാജയം മറച്ചുവെക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ CPI സംസ്ഥാന കൗൺസിലും ചേരും. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലി വിവാദം. മുന്നണിയോടുള്ള അതൃപ്തിയാണ് വിട്ടുനിൽക്കലിന് കാരണമെന്നാണ് ആരോപണം. എന്നാൽ പെട്ടെന്ന് അറിയിച്ച യോഗത്തിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇടതുമുന്നണി വിട്ട് UDF-ലേക്ക് വരണമെന്ന് UDF നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളും പങ്കെടുക്കാതിരുന്നത്. ഇതോടുകൂടിയാണ് അവർക്ക് വീണ്ടും അതൃപ്തിയുണ്ട്, മുന്നണി നേതൃത്വവുമായി അതൃപ്തിയുണ്ട് തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. ഇന്നലെ 3 നേതാക്കളാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. അത് സ്റ്റീഫൻ ജോർജ്, അദ്ദേഹത്തിന് അസുഖമായിരുന്നു. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്ക് ഇന്നലെ പങ്കെടുക്കാൻ കഴിയാത്ത അസൗകര്യമുണ്ടായിരുന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രി, അദ്ദേഹം വിദേശത്തുമാണ്. ഈ 3 പേരും പങ്കെടുക്കാത്തതിന് കാരണമായി പറയുന്നതാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് അറിയിച്ച ഒരു ഇടതുമുന്നണി യോഗമാണ്. നേരത്തെ ഇടതുമുന്നണി യോഗം ജനുവരി ആദ്യ ആഴ്ച ചേരാനാണ് തീരുമാനിച്ചത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാന സമിതി കഴിഞ്ഞുള്ള ഉച്ച സമയത്ത് ഇടതുമുന്നണി യോഗം കൂടി ചേരണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് അറിയിച്ച യോഗമായതുകൊണ്ടാണ് നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് മുന്നണി വിടണമെന്ന ആവശ്യം സഭാ നേതൃത്വങ്ങൾക്കിടയിലും ശക്തമാവുകയാണ്. അവരുടെ വലിയ സമ്മർദ്ദം പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. നേരത്തെ ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴും സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരമാണ് മുന്നണി വിട്ട് UDF-നൊപ്പം കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേർന്നത്. സമാനമായ സമ്മർദ്ദം ഇപ്പോഴും സഭാ നേതൃത്വങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത്തരം ഒരു സാഹചര്യവും ഇപ്പോഴില്ല. മുന്നണി വിടാൻ തക്ക കാരണങ്ങളൊന്നും തങ്ങൾക്ക് മുന്നിലില്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. ട്രോളുകൾക്ക് മറുപടിയുമായി AA റഹീം MP. ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് താൻ. ഭാഷ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ട്രോളുകളോട് ഒരു വിരോധവുമില്ല. മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ കാശ് മെച്ചപ്പെടുത്തി പോകാമെന്ന് കരുതിയിരിക്കുന്നത് ശരിയല്ലല്ലോ. അവരുടെ അവസ്ഥയുടെ ഭാഷ മനസ്സിലാക്കാൻ തനിക്കും തൻ്റെ ഭാഷ അവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിട്ടില്ലെന്നും റഹീം പറഞ്ഞു. എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ളയാളാണ് ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്. അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്. എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്.
പക്ഷേ ഒരു കാര്യം, ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. എന്നോട് എൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതി ഇരിക്കാൻ കഴിയില്ലല്ലോ. ഈ വാർത്ത അറിഞ്ഞുടനെ തന്നെ DYFIയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ മാത്രമേ എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പരിമിതി മനസ്സിലാക്കണം. ഞാൻ ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടിച്ചത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പോലീസിന്റെ പിടിയിലാകുന്നത്. തെങ്കാശിക്കടുത്ത ഊത്തുമലയിൽ ആ സ്ഥലത്ത് സമീപത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു ഈ കുറ്റവാളി പോലീസിന്റെ പിടിയിലാകുന്നത്. ഇതിൽ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട ആ ദിവസം മുതൽ തന്നെ പോലീസ് ഇയാളുടെ ബന്ധുക്കളെ അടക്കം നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളുടെ ഒരു പതിവ് രീതി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച് അതുവഴി രക്ഷപ്പെടുക, പിന്നീട് ആ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയാണ് അയാൾ ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. തെങ്കാശിക്കടുത്ത് ഇയാൾ എത്തിയിട്ടുണ്ട്. ഇയാളുടെ ഈ പരിസരത്തെല്ലാം തന്നെ ഇയാളെ കണ്ടവരുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ ശക്തമായ നിരീക്ഷണത്തിലേക്ക് നീങ്ങിയത്. ഇതനുസരിച്ചുകൊണ്ടാണ് ഊത്തുമലയ്ക്ക് സമീപം വെച്ച് വാഹന പരിശോധനയ്ക്കിടയിൽ ഇയാൾ പോലീസിൻ്റെ പിടിയിലാകുകയും ചെയ്യുന്നത്. ഇയാളെ തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിയൂരിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ തമിഴ്നാട് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തമിഴ്നാട് പോലീസ് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാളെ കൈവിലങ്ങുകളില്ലാതെ തന്നെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചു. ഒപ്പം രക്ഷപ്പെടാനുള്ളൊരു സഹായം ചെയ്തു കൊടുത്തു എന്ന സംശയവുമെല്ലാം തന്നെ പോലീസിന് നേർക്കുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം കുറേയധികം സമയം കഴിഞ്ഞാണ് കേരള പോലീസിന് വിവരം അറിയിക്കുന്നത്. ഓരോ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവെടുപ്പിനായി കൊണ്ടുപോയ ശേഷം തമിഴ്നാട്ടിൽ നിന്ന് തിരികെ വിയൂരിലേക്ക് എത്തിക്കുമ്പോഴായിരുന്നു നവംബറിൽ ഇയാൾ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറമാണ് ഇയാളിലേക്ക് പോലീസ് അന്വേഷണം എത്തുകയും പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്യുന്നത്. ഇനി വിയൂർ പോലീസ് ഈ കേസുമായി ഈ ജയിലിലേക്ക് എത്തുന്നതിന് മുൻപ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കേസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾക്കായി തമിഴ്നാട് കോടതിയിൽ അപേക്ഷ നൽകി ഇയാളെ കൊണ്ടുവരും. ഏതാണ്ട് കൊലപാതകമടക്കം 53ഓളം കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രതിയായാണ് ബാലമുരുകൻ പ്രതിയാണ്. ഏതായാലും ഇങ്ങനെയൊരു വലിയ കുറ്റവാളിയെ തീർത്തും അലംഭാവമായിട്ട് കൈകാര്യം ചെയ്തതിനുള്ള നടപടികളാണ് തമിഴ്നാട് പോലീസ് സ്വീകരിച്ചത്. വൈകാതെ തന്നെ വിയൂർ പോലീസിൻ്റെ കേസന്വേഷണ പരിധിയിലേക്ക് ഇയാളെ കൊണ്ടുവരും. മലപ്പുറം മരുതയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. സുരേഷാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണച്ചീനി സ്വദേശി അനീഷിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസംബർ 17-നാണ് സുരേഷിന് അടിയേറ്റത്. വ്യക്തിപരമായ തർക്കമാണ് കാരണം. പരിക്കേറ്റ സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് 7 പേർക്ക് പരിക്ക്. തക്കല സ്വദേശികളായ സൗമ്യ, ഗിരിജ, മഹാദേവൻ, വിജയ, ഹൃതിക്, ഷൈനി, നന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സൗമ്യ, ഗിരിജ എന്നിവരുടെ നില ഗുരുതരമാണ്. സംസ്ഥാനപാതയിൽ വെഞ്ഞാറമൂട് ആലന്തറയിൽ ഇന്നലെ രാത്രി 11:30 അപകടം. തക്കല നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെ 11 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ നാഗർകോവിലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട റാന്നി ഇടിയപ്പാറയിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറി മരണം. അപകടം, അതിലൊരാൾ മരിച്ചു. തെലങ്കാന സ്വദേശി രാജേഷ് ഗൌഡയാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കുപറ്റി. ശബരിമല തീർത്ഥാടകർക്ക് കണമലയിൽ അന്നദാനം നടത്തി വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ശബരിമല നടയടച്ചതോടെ ഇവർ ഉല്ലാസ യാത്രയ്ക്ക് പോയിരുന്നു. മടങ്ങി വരുന്ന വഴിയാണ് അപകടം. മലപ്പുറം ചങ്ങരംകുളത്ത് കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി സ്വദേശി മഹറൂഫിൻ്റെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടി അബദ്ധത്തിൽ മണ്ണ് വായിലിടുകയായിരുന്നു. സംസ്കാരം പള്ളിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു.
മലപ്പുറത്തെ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പെൻഷൻ ഭവൻ റോഡിൽ വെച്ചാണ് സംഭവം. തലയ്ക്കും കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി ചികിത്സ തേടി. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണം. യുവതിയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രതിക്കായി അന്വേഷണം തുടരുന്നു. യുവതിയെ ആക്രമിച്ച കത്തി സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. നേരത്തെ യുവതി മലപ്പുറം പോലീസിൽ യുവാവിനെതിരെ പരാതിയും നൽകി. ഉത്തർപ്രദേശിൽ ട്രക്ക് കാറിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. റാംപൂരിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. വാഹനത്തിന് മുകളിലേക്ക് അമിത ഭാരം കയറ്റി വന്ന ട്രക്കാണ് മറിഞ്ഞത്. അപകടത്തിൽ കാർ ഡ്രൈവർ ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരായ CBI സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നടപടി. അതിജീവിതയ്ക്ക് നിയമസഭാ സഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യം നടുങ്ങിയ ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി നിയമവിരുദ്ധവും യുക്തിഹീനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ CBI ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. അപ്പീൽ പരിഗണനയിലിരിക്കെ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചതും ശിക്ഷ താൽക്കാലികമായി നിർത്തിവച്ചതും തെറ്റായ കീഴ്വഴക്കമാണെന്ന CBIയുടെ വാദം അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. സാധാരണ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ റദ്ദാക്കാറില്ല. എന്നാൽ ഉന്നാവ് ബലാത്സംഗ കേസിൽ സാഹചര്യം ഗുരുതരമെന്നായിരുന്നു കോടതി നിരീക്ഷണം. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികൾക്ക് പരമോന്നത കോടതി നോട്ടീസ് അയച്ചു. उसका गिरोह तुरंत सक्रिय हो जाएगा और अलग तरीके से उसका मोटिवेशन जो बढ़ेगा, उसके गिरोह के लोगों का बढ़ेगा. जो बचे खुचे परिवार के लोग हैं उसको भी मार और मिटा दिया जाएगा. विक्टिम के चाचा हैं, किस प्रकार के? विक्टिम के चाचा का मैं वकील हूँ. उनके ऊपर और भी उनके प्रॉपर्टी को बर्बाद करने के लिए, उनके चीज़ों को तरीके के ख़त्म करने के लिए, फाइनेंशियली कम तो बैकबोन को तोड़ने के लिए ये दबाव बना था. अभी भी उनके परिवार पे उनका जो माइनर बच्चा है जिसकी आइडेंटिटी डिस्क्लोज नहीं कर सकती है, उसको स्कूल से निकाल दिया जा रहा है. उसके स्कूल में रजिस्ट्रेशन नहीं हो रहा है. വിചാരണ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരെ അതിജീവിത ഇന്നലെ ജന്തർ മന്ദറിലെത്തി പ്രതിഷേധിച്ചിരുന്നു. കേസിൽ സെൻഗാറുമായി CBI ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചെന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. കോടതി നടപടികളിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും മൊഴിയിൽ കൃത്രിമത്വം കാട്ടിയെന്നും അതിജീവിത ആരോപിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ അതിജീവിതയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പ്രഹരമേറ്റ വിവരം പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. വിദേശകാര്യമന്ത്രി ഇഷാദ് ഖത്തറാണ് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചത്. ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് വ്യോമതാവളത്തിലെ സൈനിക സംവിധാനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായും അവിടെയുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഇന്ത്യൻ സായുധ സേന മെയ് 7 പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികരണമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ആക്രമണം. ആദ്യം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടതിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിക സ്ഥാപനങ്ങളെ ആക്രമിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നൂർഖാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമിച്ച 11 വ്യോമതാവളങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സർഗോദ, റാഫിക്, ജേക്കബാദ്, മുരിഡ്കെ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. ഇന്ത്യ ആക്രമണം തുടങ്ങിയ ശേഷം മെയ് 9 രാത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ
സിവിൽ സൈനിക നേതൃത്വം ഒരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രതികരണങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതായി ദാർ കൂട്ടിച്ചേർത്തു. ദാർ ഇപ്പോൾ നടത്തിയ പ്രസ്താവനയോടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ തന്ത്രപരമായ സൈനിക നടപടിയുടെ വ്യാപ്തിയും അവർക്കേറ്റ പ്രഹരത്തെയും കുറിച്ച് പാകിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. വിഷയത്തിൽ പാകിസ്ഥാൻ നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിന് തീപിടിച്ചു. 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോച്ചുകളിലുണ്ടായിരുന്ന 158 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. പുലർച്ചെയാണ് സംഭവം. ട്രെയിൻ അനകാപ്പള്ളി ജില്ലയിലെ എലമഞ്ചേരി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. വിശാഖപട്ടണത്ത് നിന്ന് 66 കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ. ടാറ്റാനഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 2 കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായപ്പോൾ ഒരു കോച്ചിൽ 82 യാത്രക്കാരും രണ്ടാമത്തെ കോച്ചിൽ 76 യാത്രക്കാരും ഉണ്ടായിരുന്നു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റുമാർ ഉടൻ തന്നെ ട്രെയിൻ നിർത്തി. റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. കനത്ത പുക പടർന്നതോടെ യാത്രക്കാർ കോച്ചുകളിൽ നിന്ന് പുറത്തേക്കോടി. ഫയർ എഞ്ചിനുകൾ എത്തുന്നതിന് മുമ്പ് 2 കോച്ചുകളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. യാത്രക്കാരെ ഉടനെ പുറത്തിറക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമൊഴിവായി. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് വ്യക്തമായിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലെ നിരവധി ട്രെയിനുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു. തുടർന്ന് തീപിടിച്ച 2 കോച്ചുകളും ട്രെയിനിൽ നിന്ന് വേർപെടുത്തിയ ശേഷം ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് യാത്ര പുനരാരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയിൽ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി 13 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ചീവേലയ്ക്കും നിസാണ്ടയ്ക്കും ഇടയിലാണ് അപകടം. 9 ജീവനക്കാരുൾപ്പെടെ ട്രെയിനിൽ 250 പേർ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ 20 സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. പുടിൻ കൂടി പങ്കെടുത്തുള്ള ത്രികക്ഷി ചർച്ചകളുടെ സാധ്യത കൂടി തുറന്നിട്ടായിരുന്നു ട്രംപ് സെലൻസ്കിയെ യാത്രയാക്കിയത്. 4 വർഷത്തോളമായി തുടരുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സുപ്രധാന പുരോഗതിയെന്നാണ് വിവരം. വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും യുദ്ധം ഇനി അധികകാലം നീളില്ലെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ചർച്ചയിൽ സമാധാന കരാറിലെ 90% കാര്യങ്ങളിലും ധാരണയായതായി ഇരു നേതാക്കളും വ്യക്തമാക്കി. എങ്കിലും ഡോൺബാസ് മേഖലയുടെ പദവി ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിരുദ്ധമായ നിലപാടുകളാണുള്ളതെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. റഷ്യയുടെ കൂടി സമ്മതമില്ലാതെ ഒരു സമാധാന കരാർ സാധ്യമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈന്റെ സുരക്ഷാ ഗ്യാരണ്ടികളുടെ കാര്യത്തിൽ 100% ധാരണയിലെത്തിയെന്ന് സെലൻസ്കി അറിയിച്ചു. സുസ്ഥിരമായ സമാധാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ തകർന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് റഷ്യയും സഹായിക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒരു സമാധാന കരാറിലെത്തിയ ശേഷം യുക്രൈൻ സന്ദർശിക്കാനും തനിക്ക് താൽപര്യമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. മാത്രമല്ല, അമേരിക്ക, യുക്രൈൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത കൂടിക്കാഴ്ചയ്ക്കും ട്രംപ് നിർദ്ദേശിച്ചു. ഇതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും താൽപര്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. നേരത്തെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. കീവിലേക്ക് റഷ്യ ആക്രമണ പരമ്പര തുടരവെയാണ് പുടിനുമായി സംസാരിച്ചെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇരുപക്ഷത്തെയും പ്രതിനിധി സംഘങ്ങൾ ബാക്കിയുള്ള 10% കാര്യങ്ങളിൽ ധാരണയിലെത്താൻ വീണ്ടും ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മ്യാൻമാറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും. പ്രതിപക്ഷ പാർട്ടികളും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തി. 2021 നടന്ന അട്ടിമറിയിലൂടെ മ്യാൻമറിലെ സൈന്യം നോബൽ സമ്മാന ജേതാവ് ഓങ് സാങ് സൂക്കിയുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് നടന്നത്. പ്രാരംഭഘട്ട വോട്ടിംഗിന് ശേഷം ജനുവരി 11-നും 25-നും 2 റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. അതേസമയം 65 ടൗൺഷിപ്പുകളിൽ മൊത്തത്തിൽ വോട്ടെടുപ്പ് റദ്ദാക്കിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ PV അൻവറിന് നോട്ടീസ് അയച്ച് ED. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പ് പരാതിയിലാണ് ED അന്വേഷണം. നേരത്തെ അൻവറിന്റെ സ്ഥാപനങ്ങളിൽ അടക്കം 6 പരിശോധന നടത്തിയിരുന്നു.
കൊച്ചി മേയർ പദവി പാർട്ടി തന്ന അംഗീകാരമെന്ന് അഡ്വക്കേറ്റ് വി.കെ. മിനി. കൊച്ചി നഗരത്തെ ഉത്തരവാദിത്തത്തോടെ മാറ്റിയെടുക്കും. 50 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കും. ഘട്ടം ഘട്ടമായി അടിസ്ഥാന വികസനം പൂർണ്ണതോതിലെത്തിക്കുമെന്നും വി.കെ. മിനി പറഞ്ഞു. മേയർ എന്ന് പറയുന്നത് ഒരു പദവി മാത്രമാണ്. അവിടെ ആരിയ്ക്കുന്നുവോ ആ ഇരിക്കുന്ന ആൾ തുടർന്ന് പോകേണ്ടത്. ഇപ്പോൾ എനിക്ക് മുന്നിലുണ്ടായിരുന്ന ടോണി ചമണിക്ക് ശേഷം സൗമിനി ജെയിന് ശേഷം മേയർ അനിൽകുമാർ. ഇതൊരു തുടർ പ്രക്രിയയാണ്. കൗൺസിൽ എപ്പോഴും തുടർച്ചയാണ്. അതിനുശേഷം ഞാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരു വിഷനുണ്ട്. ആ വിഷൻ ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നു. കൃത്യമായ 5 വർഷത്തേക്കുള്ളൊരു പ്ലാനിംഗ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പ്ലാനിംഗ് 5 വർഷം, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞു പോകേണ്ട പ്ലാനിംഗ് ഉണ്ടാവും. ചില പദ്ധതികളെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളതുണ്ടാവാം. അതിനൊക്കെ കൃത്യമായ രീതിയിലുള്ളൊരു ഗൈഡ് ലൈൻസ് നമ്മളുടെ നയത്തിലുണ്ട്. അതനുസരിച്ച് 2.5 വർഷം കഴിഞ്ഞ് പുതിയൊരാൾ കടന്നു വന്നാലും ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകലല്ല UDFിൻ്റെ നയം. UDF 5 വർഷത്തേക്കുള്ള പ്ലാനിംഗ് ആണ് നടത്തുന്നത്. ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണമുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള നയം ഞങ്ങൾക്കുണ്ടാവും. ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് ഫുട്ബോൾ വാങ്ങി നൽകുമെന്ന വാക്ക് പാലിച്ച സ്ഥാനാർത്ഥി. പാലക്കാട് കപ്പൂർ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി P. ശിവനാണ് ഈ താരം. ഗോളടിച്ചാൽ വോട്ട് തരണമെന്ന് കുട്ടികൾ രക്ഷിതാക്കളോട് പറയണമെന്ന് സ്ഥാനാർത്ഥി പന്തയം വെച്ചതും ഒടുവിൽ ഗോളടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. അതായത് ബോൾ കയറ്റിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാരുടെയും വോട്ട് മേടിക്കണം. പുറത്ത് പോയാൽ പിന്നെ അച്ഛന്മാരുടെ മാത്രം മേടിച്ചാൽ പണ്ടൊക്കെ നമുക്ക് മേടിച്ചുതരാം. 11 ദിവസം തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടു. എന്നാൽ സ്ഥാനാർത്ഥി വാക്ക് പാലിച്ചു. ഗോളടിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് തനിക്ക് നൽകാൻ ആവശ്യപ്പെടണമെന്നും തുടർന്ന് സ്ഥാനാർത്ഥി ഗോളടിച്ചതുമാണ് പ്രചരണ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കപ്പൂർ പഞ്ചായത്തിലെ 11ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായാണ് P. ശിവൻ മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ എന്നാൽ പരാജയപ്പെട്ടു. ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ പന്ത് വാങ്ങി നൽകുമെന്നായിരുന്നു P. ശിവന്റെ വാക്ക്. ഈ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പാലിക്കപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് കുട്ടികൾക്ക് പന്ത് കൈമാറിയത്. നന്നായി പഠിക്കണം, ഒപ്പം ലഹരി പോലെയുള്ള വിപത്തുകളിൽ അകപ്പെടാതെ കായികക്ഷമതയുള്ള തലമുറയായി വളർന്നു വരണമെന്നും പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ കരിവള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. കരിവള്ളൂരിലെ ഗാന്ധി മന്ദിരമാണ് പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ അക്രമികൾ തകർത്തത്. ഓഫീസിനകത്തുണ്ടായിരുന്ന പ്രചാരണ ബോർഡുകൾ തീവച്ച് നശിപ്പിച്ചു. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ തകർക്കുകയും ചെയ്തു. ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടുവരുത്തി. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആക്രമണത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതികളിൽ വീണ്ടും പരമ്പരാഗത കാർഷികോൽപ്പന്നങ്ങൾ നിരന്നു കഴിഞ്ഞു. കുഞ്ചിപ്പെട്ടി, കട്ടമുടി എന്നിവിടങ്ങളിലാണ് ഗോത്ര സമുദായത്തിന്റെ തനത് കൃഷികൾ കൊണ്ട് സമൃദ്ധി നേടിയത്. റാഗിയും തെനയും ചാമയും ഉൾപ്പെടെയുള്ള കൃഷികളാണ് ഉന്നതിയിലെ ഗോത്ര വിഭാഗങ്ങൾ കാലങ്ങൾക്ക് ശേഷം ഇറക്കുന്നത്. പരമ്പരാഗത കൃഷികളിലേക്ക് ഒരിക്കൽ കൂടി നടന്നെടുക്കുകയാണ് ഇടുക്കി അടിമാലിയിലെ കട്ടമുടി, കുഞ്ചിപ്പെട്ടി ഉന്നതിയിലെ ഗോത്രജന വിഭാഗങ്ങൾ. നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഉന്നതികളിലെ കുടുംബങ്ങൾ. ഒരു കാലത്ത് ആദിവാസി മേഖലകളുടെ പ്രതാപം വിളിച്ചറിയിച്ചിരുന്ന പരമ്പരാഗത കൃഷികളാണ് കുറുമ്പുല്ലും തെനയും ചാമയുമെല്ലാം. പലയിടത്തും ഇന്നിവയെല്ലാം അന്യം നിന്നു പോയ സാഹചര്യത്തിലാണ് ഗോത്രജന വിഭാഗങ്ങൾ പരമ്പരാഗത കൃഷിയിലേക്ക് നീങ്ങുന്നത്. ഗോത്രവക്കാരുടെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് രാഗി കൃഷി. അത് ഇപ്പോൾ 10-30 വർഷമായിട്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയും അതിൻ്റെ വിത്ത് ഇനം പോലും കിട്ടാൻ ഇല്ലാതെ പോയിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടുകയും അത് നമുക്കൊരു 4 ഏക്കറിൽ നമുക്കത് കൃഷി അനുയോജ്യമായി മാറ്റാനും പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ട്രൈബൽ മുഖേന നമുക്ക് കിട്ടിയേക്കണ ടില്ലറ്, കാടുവെട്ട് മെഷീൻ, പമ്പ് സെറ്റ്, അതുപോലെ കൊയ്ത്ത് യന്ത്രം, ഇതൊക്കെ കിട്ടി നമുക്ക് ട്രൈബൽ മുഖേന കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് മൂത്ത് നിൽക്കുന്നതൊക്കെ ഞങ്ങളിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുക. ബാക്കി അടുത്ത ആഴ്ചത്തേക്ക് MLAയും MP ഒക്കെ വന്ന് നമുക്ക് ആ ജനപ്രതിനിധികൾ വന്ന് ഉദ്ഘാടനം നടത്തി നമ്മൾ കൊയ്ത്തോത്സവം ഒക്കെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. കാടിനുള്ളിലെ തുറസായ സ്ഥലം കണ്ടെത്തി നെല്ല്, കുറുമ്പുല്ല്, തെന, ചാമ, ചോളം, റാഗി എന്നീ ധാന്യങ്ങളാണ് ആദിവാസി ജനത മുമ്പ് കൃഷി ചെയ്തിരുന്നത്.
ജീവിതഗതിയിൽ മാറ്റമുണ്ടായതോടെ പ്രാചീന കൃഷിരീതികളിൽ നിന്നും ആദിവാസി ജനത ഏറെ കടന്നുപോയിരിക്കുന്നു. ഇടമലക്കുടി പോലുള്ള ഏതാനും ചില ആദിവാസി കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കുറുമ്പുല്ലും റാഗിയും പോലുള്ള കൃഷികൾ അവശേഷിക്കുന്നത്. അന്യം നിന്നു പോകുന്ന പരമ്പരാഗത കാർഷിക വിളകളെ ഉന്നതിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുഞ്ചിപ്പെട്ടിയിലെയും കട്ടമുടിയിലെയും ഗോത്രവിഭാഗങ്ങൾ. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കൃഷി വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിക്കുമെന്നും ഉന്നതിയിലെ കുടുംബങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് 18 മൂന്നാർ. പട്ടാമ്പിക്ക് ഉത്സവ ദിനങ്ങൾ സമ്മാനിച്ച് കൈത്തളി തിരുവാതിര മഹോത്സവത്തിന് തുടക്കം. ഭാഗവത സപ്താഹവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വേദിയിൽ അരങ്ങേറുന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഭക്തിയും ആഘോഷവും നാട്ടിൽ ആറാടിച്ചാണ് പട്ടാമ്പി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായത്. ഇതോടൊപ്പം ഭാഗവത സപ്താഹ യജ്ഞവും നടന്നുവരുന്നുണ്ട്. ഡിസംബർ 26 മുതൽ ജനുവരി 2 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുവാതിര മഹോത്സവം നടക്കുന്നത്. ഞാങ്ങാട്ടേരി മഹർഷി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗീതാ പാരായണത്തോടെയാണ് ഉത്സവം ആരംഭം കുറിച്ചത്. തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ഡോക്ടർ ഗോപിക നിർവഹിച്ചു. വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കുട്ടിത്തായമ്പക, സംഗീത കച്ചേരി, മധുരമുരളി, കുച്ചിപ്പുടി എന്നിവ നടക്കും. തിരുവാതിര ദിവസം കൈത്തളി നൃത്ത സംഗീതോത്സവവും വൈകുന്നേരം പടയണിയും അരങ്ങേറും. ന്യൂസ് 18 പട്ടാമ്പി. പീരുമേട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ P. ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാലി. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോണ ജോർജ്, മാരിയമ്മാൾ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അധ്യാപകരായ അനു KK, നിമ്മി ജോസ് എന്നിവരും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ പ്രവീൺ കുമാറും റാലിയിൽ പങ്കെടുത്തു. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായിരുന്നു റാലി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,870, പവന് 1,22,960. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,675, പവന് 85,400. വെള്ളി ഗ്രാമിന് 265, കിലോയ്ക്ക് 2,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവിൽ എൽദോ ചേരും.